ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂൺ മാസഫലമാണ്. നമ്മൾ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ നോക്കാം. ഫലം നോക്കുമ്പോൾ 4 ചന്ദ്രാളം നോക്കുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ പൊതുഫലം മാത്രമാണ് ഇത് മനസ്സിലാക്കുക. നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മുടെ ജാതക പ്രശ്നങ്ങൾ നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ വീട്ടിലേക്ക് കിടക്കാം. ഇനി മകരരാശിയുടെ ഫലമാണ് നോക്കുന്നത്. അതായത് മകരക്കൂറിന്റെ ഫലമാണ് നോക്കുന്നത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം വരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശിയുടെ മകരക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് ഈ ഒരു ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഒരു നല്ല മാസമാണ് നമുക്ക് പറയാം. എന്നിരുന്നാലും മാസത്തിന്റെ ആദ്യ ഭാഗം തന്നെ മാക്സിമം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ മാസം ഫുള്ള് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാസം ഫുള്ളൊന്നും വെച്ച് ചെയ്യേണ്ട. മാസത്തിന്റെ ആദ്യ ഭാഗം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവർക്ക് വ്യാഴമൊക്കെ അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ്, സാഹചര്യമാണ്. ശനി 2-ലാണ്, കുജൻ എന്ന് പറയുന്ന 4-ലാണ് അല്ലെ. മകരരാശി സംബന്ധിച്ചിടത്തോളം കുജൻ 4-ൽ വരുന്നത് നല്ല രീതിയിലുള്ള ഭാഗ്യത്തെ പ്രദാനം ചെയ്യും. നമുക്കൊരു ഗുഡ് ലക്ക് ഒക്കെ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയായിരിക്കും. വ്യാഴത്തിന്റെ കൂടെ 5-ല് വ്യാഴത്തിന്റെ ഒപ്പം തന്നെ ബുധൻ, ശുക്രൻ, ആദിത്യ എന്നിവയാണ് ഉള്ളത്. ബുധന്, ശുക്രന്, ആദിത്യന് ഇവര് എന്താണ് 12, 14, 15 അങ്ങനെ ഡേറ്റുകൊണ്ട് എന്ത് ചെയ്യും, ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാറുകയും 5-ൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. ഫസ്റ്റ് മാസത്തിലെ ആദ്യ ഭാഗം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം അതിനൊക്കെയുള്ള മാക്സിമം യൂട്ടിലൈസേഷൻ മാസം ആദ്യ ഭാഗം തന്നെ ചെയ്യുക. ജോബ്, ബിസിനസ് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടിയെത്തും. പുതിയ പുതിയ ഓഫേഴ്സ് നമുക്ക് തേടി വരും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലായാലും ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് കളങ്ങി തെളിഞ്ഞ് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ജീവിതം നമ്മൾ പറയുമെങ്കിൽ പയ്യെ മകരരാശിയെ സംബന്ധിച്ചോളം പയ്യെ ഇവരുടെ ജീവിതം എന്ത് ചെയ്യുക, മെച്ചപ്പെട്ട് നല്ലതായി വരിക. കാരണം ഇവരത് അർഹിക്കുന്നവരാണ്. മകരരാശിയെ സംബന്ധിച്ചോളം ശരിക്കും ആ ഒരു ഗുണാവസ്ഥ അർഹിക്കുന്നവർ തന്നെയാണ്. കാരണം ഇവര് പല നാളും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകുന്നവരാണ് മകരരാശിയെ സംബന്ധിച്ചോളം അല്ലെ. പലതരത്തിലുള്ള കുറച്ച് നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി വിഷമങ്ങൾ സഹിച്ച, പറയുകയാണെങ്കിൽ കണ്ണീര് കുടിക്കാത്തൊരു ദിവസം പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഇവർ അങ്ങനെ കടന്നുപോയി വന്നുകൊണ്ടിരിക്കുന്നവരാണ്. സോ ഇവരെ സംബന്ധിച്ചോളം ശരിക്കും ആ ഒരു അനുഗ്രഹം, എല്ലാ ഗ്രഹത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് വേണ്ടിയാണ്. മകരരാശിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരനെയും കൂടി മുറുക്കി പിടിച്ച് ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ആരാധനയും കുറച്ചുകൂടി നന്നായി ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന നല്ല റിസൾട്ട് ഉണ്ടല്ലോ, ആ നല്ല ഫലത്തെ കുറച്ചുകൂടി നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മളെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. കർമ്മഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും നമ്മുടെ മുൻജന്മത്തെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കിയ നമുക്ക് മുമ്പോട്ടുള്ള നല്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. സോ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തവരും അതുപോലെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരുമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ആ ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലേക്ക് ചിന്തിച്ച് മുമ്പോട്ട് നല്ല കർമ്മം ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള കർമ്മഫലം ലഭിക്കുകയും അതും നമ്മളെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കയറ്റാനും നമുക്ക് ആ നല്ല ഫലത്തിന്റെ പ്രാധാന്യം, ആ ഒരു എനർജി നമ്മളിലേക്ക് എത്താനൊക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. സോ മകരരാശി അത് സംബന്ധിച്ച് നോക്കുക. അതേപോലെ തന്നെ ഇവർക്ക് നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു കൺസൾട്ടേഷൻ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതൊരു ദേവജനെയാണോ ആ ദേവജനെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും നിങ്ങളൊരു പ്രശ്നം വെച്ച് ചിന്തിക്കുകയും ഉത്തമമായി. കാരണം ഈ ഓരോ ഫലങ്ങളും നമുക്ക് വരുമ്പോൾ അത് ഫലം നമുക്ക് അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ട് നല്ല ഫലങ്ങൾ വന്നിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അതിനൊരു യോഗം എനിക്ക് കിട്ടുന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഫലമാണൊക്കെ പറഞ്ഞു കേൾക്കാം, പക്ഷെ എനിക്ക് ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചില്ല. ദോഷഫലം പറയുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ ദോഷഫലം അനുഭവിക്കാൻ സാധിക്കും. നല്ല ഫലം വരുമ്പോഴും എനിക്ക് ദോഷഫലമാണ്, ദോഷഫലം വരുമ്പോൾ എനിക്ക് ദോഷമാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും നിങ്ങളുടെ പ്രശ്നം ചിന്തിക്കുന്നത് ഒന്ന് ഉത്തമമായിരിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആ നല്ല ഫലങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ നിങ്ങളുടെ നല്ല ഫലത്തെ പ്രദാനം ചെയ്ത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മകരരാശിയെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ. കാരണം അവരുടെ ആ ജീവിതത്തിലൊരു മാറ്റം വന്നുകൊണ്ട് പയ്യെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായ അവസ്ഥകൾ പയ്യെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ അവർ ആ കഷ്ടപ്പെട്ടതിന്റെ കഷ്ടപ്പാടുകളിലെ ദുഃഖം, വിഷമങ്ങള്, പല രാത്രിയും ഉറക്കമില്ലാതെ ആയിരിക്കും ഇവർ ഉറങ്ങിയൊക്കെ അല്ലെ കടന്നിരിക്കുന്നത്. കണ്ണീര് കുടിച്ച് ജീവിച്ചവരായിരിക്കും മിക്ക മകരരാശിയെ സംബന്ധിച്ചോളം.
നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾ പുറത്ത് ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും ഇത് കൃത്യമാണല്ലോ. കാരണം എന്താ, നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരാണ്. സോ നിങ്ങൾക്ക് ഈ നല്ല ഫലങ്ങൾ പറയുമ്പോൾ എന്താണ് ഭയങ്കര, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മറ്റൊരു രാശി ഫലം ഞാൻ പറയുന്നു, മകരരാശിയുടെ ഫലം പറയുന്നു, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഭയങ്കര സന്തോഷമാണ് മകരരാശിയെ സംബന്ധിച്ചോളം നോക്കുക. കാരണം മകരരാശിയെ സംബന്ധിച്ചോളം നമുക്ക് നല്ല അനുകൂലമായ അവസ്ഥകൾ ഇങ്ങനെ ക്രിയേറ്റ് ആയി. പക്ഷെ നമ്മളിലെ എന്താണ് എനിക്ക് പൊതുവേ മോശഫലം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ദോഷഫലങ്ങളുള്ളപ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടമല്ല. ബട്ട് ഞാൻ പറയാറുണ്ട് ദോഷഫലങ്ങളാണെങ്കിൽ അതുപോലെ ഞാൻ പറയാറുണ്ട്. കാരണം എന്താണ്, പണ്ടോട്ടെ പറയുന്നത് ഒരു സിംഗൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി നിർക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞല്ല ദോഷഫലത്തെ. കാരണം നമ്മൾ കാണുന്ന ഫലത്തെ അതേപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഫലങ്ങൾ വരുമ്പോഴും ഞാൻ എന്തില്ല ഒത്തിരി അധികമായിട്ട് പറയാറില്ല. കാരണം എന്താ, ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എന്ത് ചെയ്യും, പലതരത്തിലുള്ള സങ്കടങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അത് ഞാൻ ഓവറായിട്ട് പറയാറില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മുമ്പിലത്തെ ഇത് ആദ്യമായിട്ട് കാണുന്നവരായി നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ മുൻ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ആണെങ്കിൽ എന്താണ് മകരരാശിയുടെ ഫലം ഈ കുറച്ചായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും കേട്ടോ. മാക്സിമം ഈ ഒരു മാസത്തിന് ആദ്യ ഭാഗം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഈ മാസത്തെ തുടക്കം തന്നെ നിങ്ങൾക്ക് ഓരോന്നും ചെയ്ത് എല്ലാ കാര്യങ്ങളും നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുക, യോഗമുള്ള സമയമാണ്. പ്രണയ വിവാഹത്തിന് വരെ യോഗമുള്ള പ്രണയലായിട്ടുള്ളവർക്ക് അതിന് വിവാഹമൊക്കെ നടത്താൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് നടത്താനോ അല്ല പ്രണയ വിവാഹമൊക്കെ നടക്കാനുള്ള യോഗമുള്ള ടൈമാണ്. കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് സന്തോഷം സമാധാനമൊക്കെ കളിയാടുന്ന ഒരു മാസം തന്നെയായിരിക്കും ജൂൺ മാസം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുന്നൊരു മാസമാണ്, അല്ല സമയമാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത്. ജൂൺ മാസം എന്ന് പറയുന്നത് പൊതുവെ ഉത്തമമായ വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയം തന്നെയാണ്. ഒരു ബെറ്റർ ക്ലാരിറ്റി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുകയും നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾ എങ്ങനെ പോകണം എന്ന് നിങ്ങൾക്കൊരു ക്ലിയർ പ്ലാൻ കിട്ടുകയും ഒരു ഐഡിയ കിട്ടുകയും ഒരു വ്യക്തത കിട്ടുകയും ചെയ്യുന്നൊരു മാസമായിരിക്കും ജൂൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് കുറച്ച് തിങ്കിങ് കൂടി വരുത്തി കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ആ ജീവിതത്തിന്റെ ഒരു വളർച്ച നമുക്ക് അനുഭവിച്ച് കാണാൻ തന്നെ സാധിക്കും മകരരാശിയെ സംബന്ധിച്ചോളം കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ശനി 2-ലാണ് നിൽക്കുന്നത്, എന്നിരുന്നാൽ പോലും എന്താണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മകരരാശിക്ക് കടന്നു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഭാരമൊക്കെ ഇപ്പം സ്ത്രീകളാണ്, മകരരാശി ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവരെ കുടുംബഭാരം നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ആ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമാവുകയും ഒക്കെ ഒരു അവസ്ഥയാണ് ഉണ്ടാവാം. അതുപോലെ തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുത്തുക, പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് ഉത്തമമായിരിക്കും. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വാക്ക് വ്യത്യാസങ്ങളൊക്കെ ഒന്നും മാറ്റി ഒന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ച് പ്രായം ഏറിയവരാണ്, ഒരു 55, 60, 65 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഏഴരശനി കാലഘട്ടമാണ്. സോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങൾക്ക് എന്താണ് ശ്രദ്ധിക്കണം. പക്ഷെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുന്നൊരു ടൈമും കൂടിയാണ്. സോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്നേരം കൃത്യമായിട്ട് വൈദ്യ പരിശോധനയൊക്കെ നടത്തിയാൽ നമുക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പല കഷ്ടപ്പാടിൽ നിന്നും അതൊക്കെ എന്താണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം ജൂൺ മാസത്തിൽ നമുക്ക് ലഭിക്കും. പല കഷ്ടപ്പാടിൽ നിന്നും മോചനം ലഭിക്കും. പൊതുവെ ഓവറോൾ മകരരാശിയെ സംബന്ധിച്ച് ജൂൺ മാസം ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തമമായ മാസം തന്നെയാണ് മകരമാസം എന്ന് പറയുന്നത്. സോ അതിന് കൃത്യമായ ഒരു കാര്യങ്ങൾ ചിട്ടകളൊക്കെ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോവുക. അനുകൂലമായ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. ബിസിനസ്സുകാരായും കൃത്യമായ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. തൊഴിലായെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ മാറണമെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി അനുയോജ്യമായ തൊഴിൽ ലഭിക്കുന്നു, അതിനൊക്കെ യോഗമുള്ള സമയം തന്നെയാണ്. സോ അതും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ പോയി അഭിപ്രായം പറയാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും മകരരാശി സംബന്ധിച്ചോളം നല്ലതെന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വിഷയത്തിൽ പോയി തലയിടണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി മുമ്പോട്ട് പോകുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ്
സക്സസ് ആക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയ്ക്കാണ് പൊതുവേ മകരരാശിയിലും മകരക്കുറുകാരെ കുറിച്ച് ഈ ഒരു ജൂൺ മാസത്തെ ഉള്ള ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാ സംശയം താരെ കമന്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൻ കൂടെ അമർത്തുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ കൂടെ ചെയ്യുക.